അങ്ങനെ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് മലേഷ്യയിൽ വന്നപ്പോൾ തവളയിറച്ചി കഴിക്കാൻ പോകണം. ഈ തവളയിറച്ചി കഴിക്കാൻ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. മലേഷ്യയിലെ ഈ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ഏഷ്യയിലെ പല കൺട്രീസിലെ ഫുഡ് ഒറ്റയിരിപ്പിന് കഴിക്കാം. ഞാൻ മലേഷ്യയിൽ പോയ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ഞാൻ ആദം ട്രാവൽസിന്റെ ഒരു പാക്കേജ് എടുത്താണ് പോയത്. ഇവരുടെ 4 ഡേ ബേസിക് പാക്കേജ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 15,000 റുപ്പീസിനാണ്. ഇന്ന് പാക്കേജിന്റെ 3ാമത്തെ ദിവസം അവിടുത്തെ ബാത്തു കേവ്സും പിന്നെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി. ഒരുപാട് കൺട്രീസിലെ ഫുഡ് കിട്ടുന്ന ജാലൻ അലൂർ ഫുഡ് സ്ട്രീറ്റിലാണ് ഞങ്ങൾ പിന്നെ പോയത്. മലേഷ്യൻ ലോക്കൽ ഡിഷായ ഓത്തക്കും തായ് സ്പെഷ്യൽ യംവുൻസെന്നും അറബിക് ഷവർമയും ചൈനീസ് സ്പെഷ്യൽ ബീഫ് നൂഡിൽസും ഒറ്റയിരുപ്പിന് കഴിച്ചു. അതിനുശേഷമാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന തവളയിറച്ചി കഴിക്കാൻ പോയത്. നമ്മൾ തായ്ലൻഡിൽ കിട്ടുന്ന പോലെ മറ്റേ പല്ലി, പാറ്റ, തേള് അതൊന്നും അല്ല, തവളയാണ് എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടും ഫുഡ് ആയതുകൊണ്ടും മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. തവളയുടെ തൊടയാണ് ശരിക്കും കഴിക്കേണ്ടത്. ശരിക്കും അടിപൊളിയായിരുന്നു. ഫിഷിന്റെയും ചിക്കൻ്റെയും ഒക്കെ ഒരു മിക്സ് ടേസ്റ്റ് വന്നു. അവിടെ പോയാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ മിസ് ചെയ്യുന്നത് കേരള ഫുഡാണ്. കറക്റ്റ് ആയിട്ട് ഒരു മലയാളി റെസ്റ്റോറന്റിൽ നിന്ന് എനിക്ക് അടിപൊളി മീൽസ് കഴിക്കാൻ പറ്റി. കോലാലംപൂർ ചൈന ടൗൺ മാർക്കറ്റിന്റെ അടുത്തായിട്ടുള്ള സാഡ കഫേ അഥവാ മാംഗോ കഫേ. ഇവിടെ തന്നെ ചട്ടിച്ചോറും ബിരിയാണിയും കിഴിപ്പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു. ചൈന ടൗണിന്റെ തൊട്ടടുത്താണ് ഈ കട. ഇവിടെ നല്ല നെയ്ച്ചോറും ചിക്കൻ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും പൊറോട്ട ഒക്കെ കഴിക്കാം. ഇവിടെ ശരിക്കും സ്വർഗം കണ്ട പോലെയായിരുന്നു അവിടുത്തെ ഫുഡ് കഴിച്ചപ്പം. അത്ര അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾ മലേഷ്യ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ റെസ്റ്റോറന്റ് നോക്കി വെച്ചോ. ഞാൻ പോയ പാക്കേജിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ബൈ ഫ്രം ഹരി.